നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമിക്രോൺ വകഭേദം വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ വിമാനയാത്രക്കാർക്ക് പ്രത്യേക നിർദ്ദേശം. ഒമിക്രോൺ വകഭേദം വിമാനയാത്രക്കാർക്ക് പകരാൻ സാധ്യത കൂടുതലാണെന്നാണ് പഠനം പറയുന്നത്. ഒമിക്രോൺ പോലുള്ള കോവിഡ് വകഭേദങ്ങൾ ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള വിഭാഗമാണ് വിമാനയാത്രക്കാർ. വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്കാണ് കോവിഡ് കൂടുതൽ പകരുന്നതെന്നാണ് എയർലൈൻ മെഡിക്കൽ അഡ്വൈസർ പറയുന്നത്. ഒമിക്രോൺ വിമാനയാത്രക്കാർക്ക് 2 അല്ലെങ്കിൽ 3 മടങ്ങ് പടർന്നു പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പുതിയ വകഭേദമായ ഒമിക്രോൺ കൂടുതൽ വേഗത്തിൽ പടർന്നു പിടിക്കുന്നതും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അത് കൂടുതൽ സ്ഥിരീകരിക്കുന്നതുമാണ്. യുഎസിൽ മാത്രം 70% കേസുകളാണ് പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മാളുകൾ പോലുള്ള തിരക്കേറിയ സ്ഥലങ്ങളെ അപേക്ഷിച്ച് ആധുനിക പാസഞ്ചർ ജെറ്റുകളിലെ ഹോസ്പിറ്റൽ ഗ്രേഡ് എയർ ഫിൽറ്ററുകൾ അണുബാധ വളരെ കുറവുള്ളതാണെങ്കിലും വർഷാവസാനം കുടുംബ ഒത്തുചേരലുകൾക്കും അവധിക്കുമായി യാത്ര ചെയ്യുന്നത് വർദ്ധിക്കുമ്പോൾ അതിനൊപ്പം ഒമിക്രോണും വർദ്ധിക്കുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇക്കോണമി ക്ലാസുകളേക്കാൾ വിമാനത്തിൽ അല്പം കൂടി സുരക്ഷിതത്വം ലഭിക്കുന്നത് ബിസിനസ് ക്ലാസുകൾക്കാണെന്നാണ് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ ഫിസിഷ്യനും മെഡിക്കൽ അഡ്വൈസറുമായ ഡേവിഡ് പവൽ പറയുന്നത്. കോവിഡിന് മുൻപുള്ളതുപോലുള്ള യാത്രക്കാരുടെ സമ്പർക്ക രീതികളും മറ്റ് യാത്രക്കാർ സ്പർശിക്കുന്ന പ്രതലങ്ങളിൽ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും അതുപോലെ അടുത്തിരിക്കുന്ന ആളുകൾ ഭക്ഷണത്തിനായി മാസ്ക് താഴ്ത്തുമ്പോൾ ഒരേ സമയം മറ്റുള്ളവരും താഴ്ത്താതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡിന്റെ ഡെൽറ്റ എത്ര അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതാകയാലും അതിന്റെ 2-3 മടങ്ങ് അധികമായിരിക്കും ഒമിക്രോണിന്റെ വ്യാപന സാധ്യതയെന്ന് അനുമാനിക്കേണ്ടതുണ്ടെന്ന് മുൻ ന്യൂസിലാൻഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ പോവൽ പറഞ്ഞു. വിമാനത്തിൽ എങ്ങനെ അപകട സാധ്യത കുറയ്ക്കാമെന്നതിനെ സംബന്ധിച്ച് തങ്ങൾക്ക് അറിയില്ലെന്നും അത് സമാനമായ അളവിൽ വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുവായ സ്പർശന പ്രതലങ്ങൾ ഒഴിവാക്കുക, സാധ്യമായിടത്തെല്ലാം കൈശുചിത്വം, മാസ്കുകൾ, അകലം പാലിക്കൽ, നിയന്ത്രിത ബോർഡിംഗ് നടപടിക്രമങ്ങൾ, മറ്റുപഭോക്താക്കളുമായി മുഖാമുഖം സമ്പർക്കം ഒഴിവാക്കൽ എന്നിവ ശ്രമിക്കുക. വിമാനത്തിൽ ഭക്ഷണം, പാനീയ സേവനങ്ങൾ എന്നിവയ്ക്ക് പുറമെ മാസ്ക് അഴിക്കുന്നത് ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കോവിഡ് പടരുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. മുൻകരുതലുകളെല്ലാം ഒന്നുതന്നെയാണെന്നും സൂപ്പർമാർക്കറ്റുകൾ, മാളുകൾ എന്നിവിടങ്ങളിലെ അപകട സാധ്യതകൾ പോലെ തന്നെ വിമാനത്തിൽ അപകട സാധ്യത അല്പം കൂടുതലാണെന്ന് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. 2 മണിക്കൂർ ദൈർഘ്യമുള്ള വിമാനയാത്രയാണെങ്കിൽ യാത്രക്കാരോട് മുഴുവൻ സമയവും മാസ്ക് ധരിക്കണമെന്ന് പറയുന്നതിൽ തെറ്റില്ല. എന്നാൽ അത് 10 മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രയാണെങ്കിൽ അവരോട് ഭക്ഷണം കഴിക്കരുതെന്നും വെള്ളം കുടിക്കരുതെന്നും പറയുന്നത് യുക്തിരഹിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ മിക്ക എയർലൈനുകളിലും പ്രോത്സാഹനമാണ് യാത്രക്കാർക്ക് നൽകുന്നത്. പക്ഷേ മാസ്ക് താഴ്ത്താൻ അനുവദിക്കാറുമില്ല. മാസ്ക് ധരിച്ചാണ് 2 പേർ യാത്ര ചെയ്യുന്നതെങ്കിൽ അവർ സുരക്ഷിതരാണ്. അതിലൊരാൾ മാസ്ക് താഴ്ത്തുകയോ അഴിക്കുകയോ ചെയ്താൽ അയാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പടരുന്നു. അതേസമയം 2 പേരും നീക്കം ചെയ്യുകയാണെങ്കിൽ രോഗം വേഗത്തിൽ തന്നെ പടർന്നു പിടിക്കുകയാണ് ചെയ്യുകയെന്നും പോവൽ പറഞ്ഞു. ഇതിനേക്കാൾ ഉപരി വാക്സിൻ സ്വീകരിക്കുകയാണ് ഏറ്റവും വലിയ പ്രതിരോധ മാർഗം. ഒമിക്രോണിനെതിരെ 2 ഡോസ് വാക്സിൻ സ്വീകരിക്കുന്നതിലൂടെ മറ്റ് ഡെൽറ്റ വകഭേദത്തിൽ നിന്ന് 1 ഡോസ് വാക്സിൻ സ്വീകരിക്കുന്ന സംരക്ഷണമാണ് പ്രദാനം ചെയ്യുന്നത്. വിമാനം പൊതുവെ അടഞ്ഞിടമായതിനാൽ അപകട സാധ്യത വളരെ കൂടുതലാണ്. വാക്സിനേഷൻ സ്വീകരിക്കുക, പരിശോധന നടത്തുക, മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക എന്നിവയിലൂടെ മാത്രമേ ഇതിനെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. തുണികൊണ്ട് നിർമ്മിച്ച മാസ്കുകളേക്കാൾ ഏറ്റവും ഉത്തമം സർജിക്കൽ മാസ്കുകളാണ്. അത് 10 മുതൽ 20% വരെ സംരക്ഷണം നൽകുന്നുണ്ട്. 2020 മാർച്ചിൽ വിമാനത്തിൽ വ്യാപിച്ച കേസുകളിൽ ഭൂരിഭാഗവും മാസ്ക് ധരിക്കുന്നതിന് മുൻപ്, പരിശോധിക്കുന്നതിന് മുൻപ്, ബോർഡിംഗ് നടപടിക്രമങ്ങൾക്ക് മുൻപ് എന്നിങ്ങനെയാണ്. വിമാനത്തിൽ നടുക്കുള്ള സീറ്റുകൾ ഒഴിവാക്കുകയാണെങ്കിൽ സീറ്റിന്റെ 2 അരി തിരിക്കുന്നവർക്ക് അത് കൂടുതൽ പ്രയോജനകരമാണ്. കാരണം കൂടുതൽ സാമൂഹിക അകലമാണ് അവിടെ സാധ്യമാകുന്നത്. എന്നാൽ ഇത് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് കരുതുന്നില്ല. വിമാനത്തിലുണ്ടാകുന്ന വായുവിലൂടെ ഇത് പകരുമെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡിലുടനീളം യാത്രക്കാരിൽ നിന്ന് ജോലിക്കാരിലേക്ക് കാര്യമായി പടർന്നിട്ടില്ല. എന്നാൽ ചിലത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് വളരെ വളരെ ചെറിയ സംഖ്യകൾ മാത്രമാണ്. ഇത് യാത്രക്കാരിൽ നിന്ന് യാത്രക്കാരിലേക്കോ ജീവനക്കാരിൽ നിന്ന് ജീവനക്കാരിലേക്കോ ആയിരിക്കും പകരുക. ഇതിനകം നിലവിലിരിക്കുന്ന നടപടിക്രമങ്ങൾ കർശനമാക്കുക. കൂടാതെ ഒമിക്രോണിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതുവരെ കാത്തിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.